പ്ലീസ്, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ അവന്റെ അരികിലെത്തിക്കൂ. കരയിലെത്തിയാൽ അവന്റെ മരണം എന്റെ കൈകൾ കൊണ്ടായിരിക്കും. സത്യമാണോ? മേഘ അതിശയത്തോടെ ചോദിച്ചു. അതെ. എങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഞാൻ എത്തിക്കാം. തിരിച്ചു നിങ്ങളെ കരയിലേക്ക് എത്തിക്കാം. മേഘ പ്രിയയെ തിരികെ ബോട്ടിലേക്ക് കൊണ്ടുവിട്ടു. എന്നിട്ട് കടലിൽ ഓളങ്ങൾ ഉണ്ടാക്കി ബോട്ട് തനിയെ പോകാൻ തുടങ്ങി. പൊടുന്നനെ പ്രിയ തന്റെ കൂട്ടുകാരുടെ ബോട്ട് കണ്ടു. സന്തോഷം കൊണ്ട് പ്രിയ തുള്ളിച്ചാടി. പക്ഷെ മുഖത്ത് ദേഷ്യം വന്നു. മേഘയെ തിരിഞ്ഞു നോക്കി. അവനെ ഞാൻ കൊല്ലും, പോട്ടെ. മേഘ പ്രിയയുടെ മുന്നിൽ കൈകൂപ്പി വണങ്ങി. എന്നിട്ട് കടലിലേക്ക് താണു. പ്രിയയെ കണ്ടതും എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. പ്രിയ, എന്നാലും നിനക്കൊരു ആപത്തുമില്ലാതെ നീ രക്ഷപ്പെട്ടല്ലോ, വിശാൽ പറഞ്ഞു. പ്രിയ വിഷ്ണുവിനെ ദേഷ്യത്തോടെ നോക്കി. പെട്ടെന്ന് താഴേക്കൂടി മേഘ ബോട്ട് നീക്കാൻ തുടങ്ങി. മേഘയാണ് താഴെയെന്ന് ആരും അറിഞ്ഞില്ല. അങ്ങനെ അവർ കര കണ്ടു. കരയിലെത്തിയ എല്ലാവരും ബോട്ടിൽ നിന്ന് കിട്ടിയ ജീവനും കൊണ്ട് ചാടി ഇറങ്ങി. പ്രിയ ആരും കാണാതെ മേഘയെ കൈവീശി കാണിച്ചു. എന്നാൽ കരയിലെത്തിയ പ്രിയ ആളാകെ മാറി. എന്റെ വിഷ്ണുവിനെ ഞാൻ കൊലയ്ക്ക് കൊടുക്കാനോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അബദ്ധം കാണിക്കില്ല. പ്രിയ വിഷ്ണുവിന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചു. അവരെല്ലാം നെന്മാറയിൽ തിരികെ എത്തിയപ്പോൾ ആ കടൽ തീരത്ത് ആകെ ഒരു കരച്ചിലും ബഹളവും കേൾക്കാം. കാര്യം തിരക്കിയവർ ഞെട്ടിപ്പോയി. അതെ, വീണ്ടും കടൽ തീരത്ത് ഒരു ശവം കൂടി അടിഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി 4 പേരും ബഹളത്തിനിടയിൽ ഓടി വന്നു. അവർ ആ ബോഡിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. കടലിൽ കിടന്ന് അഴുകിയ നിലയിൽ ഒരു മൃതദേഹം. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ശ്യാമിനെ അവർക്ക് മനസ്സിലായത്. ശ്യാം, അയ്യോ! അവർ ഉച്ചത്തിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. നിന്നെ രക്ഷിക്കാനായില്ലല്ലോടാ ഞങ്ങൾക്ക്. ശ്യാമിന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറ്റബോധം കൊണ്ട് നീറി കടൽ തീരത്ത് തേങ്ങിക്കരഞ്ഞു എല്ലാവരും. പ്രിയയുടെ മനസ്സിൽ തിരയടി കൂടി. വിഷ്ണു, അവനെ വിട്ടുകൊടുത്തൂടാ. ഇത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടത്തണം. പ്രിയ വിഷ്ണുവിനോട് കാര്യം പറഞ്ഞു. പ്രിയ, പക്ഷെ ഇത്ര പെട്ടെന്നോ? അത് വേണോ? വേണം. ഏട്ടനോട് ഞാൻ പറഞ്ഞോളാം. ശരി, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ. അച്ഛനെയും അമ്മയെയും ഞാൻ സമ്മതിപ്പിച്ചോളാം. വിഷ്ണു പ്രിയയ്ക്ക് ഉറപ്പ് നൽകി. 2 ദിവസം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വെച്ച് പ്രിയയും വിഷ്ണുവും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അധികം ആളുകളൊന്നുമില്ല. കൂട്ടുകാരും വീട്ടുകാരും മാത്രം, ലളിതമായ രീതിയിൽ. മോളെ മേഘ, മനുഷ്യരെ വിശ്വസിക്കരുത്, ചതിക്കും. അറിയാം അച്ഛാ. മേഘ, അവൾ നമ്മളെ ചതിച്ചു. നാളെ വിഷ്ണുവുമായി അവളുടെ വിവാഹമാണ് അമ്പലനടയിൽ വെച്ച്. ഇല്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. അവൾ എനിക്ക് വാക്ക് തന്നതാണ് അവനെ കൊല്ലാമെന്ന്. എന്നിട്ട് മേഘ ആകെ വിറച്ചു. കടലമ്മേ, ചതിക്കല്ലേ എന്റെ ലയ. അവളെ കൊന്നവനെ വെറുതെ വിടരുത്. മേഘയുടെ തേങ്ങൽ കേട്ട് കടലൊന്ന് ഇളകി മറിഞ്ഞു. പിറ്റേന്ന് ക്ഷേത്രത്തിൽ രഞ്ജിത്ത് തന്റെ 3 വയസ്സുള്ള മകളുമായാണ് കൂട്ടുകാരുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നത്. വിശാൽ പ്രിയയുമായി അമ്പലത്തിലെത്തി. പിറകെ വിഷ്ണുവും അച്ഛനും അമ്മയും എത്തി. മുല്ലപ്പൂ ചൂടി സാരിയിൽ തിളങ്ങി പ്രിയ വിഷ്ണുവിന്റെ അരികിൽ നിന്നു. ഇരുവരും ഇമച്ചിമാതെ പരസ്പരം കണ്ണിലേക്ക് നോക്കി. നമ്മൾ ഒന്നാകാൻ പോകുന്നു അല്ലേ വിഷ്ണു? അതെ, നിന്റെയും എന്റെയും സ്വപ്നങ്ങൾ ഇനി നമ്മുടെ സ്വപ്നങ്ങളാകുന്നു. അമ്പലത്തിൽ വെച്ച് താലിപൂജ കഴിഞ്ഞ് താലിമാല വിഷ്ണുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. കടലമ്മേ, അവരുടെ വിവാഹം അതൊരിക്കലും നടക്കരുത്. എന്നെ ചതിച്ച അവളെയും വെറുതെ വിടരുതേ. മേഘ പൊട്ടി കരയാൻ തുടങ്ങി. മേഘയുടെ തേങ്ങൽ കടലിൽ വലിയൊരു ഓളമുണ്ടാക്കി. പെട്ടെന്ന് കടൽ തിരമാല കരയിലേക്ക് ആഞ്ഞടിച്ച് പൊങ്ങിക്കയറാൻ തുടങ്ങി. അയ്യോ, രക്ഷിക്കണേ! എല്ലാവരും ഓടാൻ തുടങ്ങി. ഇരച്ചു കയറുന്ന കടൽ സർവ്വതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേഗത്തിൽ കയറാൻ തുടങ്ങി. പെട്ടെന്ന് അമ്പലത്തിലും കടൽ വെള്ളം കയറി തുടങ്ങി. അയ്യോ, രക്ഷിക്കണേ! അമ്പലത്തിൽ വന്നവർ ഒഴുക്കിൽപ്പെട്ട് നീന്താൻ തുടങ്ങി. താലിയെടുത്ത് വിഷ്ണു പ്രിയയുടെ കഴുത്തിൽ കെട്ടാൻ തുടങ്ങിയതും രഞ്ജിത്തും മോളും കടൽ വെള്ളത്തിലേക്ക് വീണു. ഞാൻ പറഞ്ഞില്ലേ നിന്നെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. എന്റെ മരണം അത് ഈ കടലിലാണ്. എല്ലാം ഞാൻ കാരണമാ പ്രിയ. നീ എന്തെടുക്കുക? കാത്തിരുന്ന് കാണുക ക്ലൈമാക്സ് എപ്പിസോഡ് നാളെ രാത്രി 9 മണിക്ക്.